എൻ്റെ മകൻ എന്നെ ഈ ഫോൺ വിളിച്ച് അവൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പാരിപ്പള്ളി ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ ഒരു ഇത് വന്ന് കുറേ തെറിച്ച് വീണ് പുലർന്ന് അവൻ്റെ കൂട്ടുകാരെയും കൊണ്ട് രക്ഷപ്പെടുത്താനായിട്ട് കൊണ്ടുപോയിരിക്കുന്നു. അമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് 2 മണി 1:30-2 മണിയായപ്പോൾ എനിക്ക് ഫോൺ വന്നു. പിന്നെ അതിനുശേഷമാണ് എൻ്റെ മകൻ എനിക്ക് ജീവനത്തോടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കൊല്ലം ജില്ലയിലെ പരവൂരിൽ സ്ഥിതി ചെയ്യുന്ന പുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രം ഭക്തജനപ്രവാഹങ്ങളും ഉത്സവങ്ങളും പ്രധാന ആകർഷണമായി മാറിയ മതസാംസ്കാരിക കേന്ദ്രം. ദുഃഖത്തിലും സന്തോഷത്തിലും ഒരുപോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ദേവീക്ഷേത്രം. നാമജപങ്ങൾക്കും ആഘോഷങ്ങളുടെ വർണ്ണപ്പകിട്ടിനുമിടയിൽ പുറ്റിങ്ങലിൻ്റെ ചരിത്രം കണ്ണീരാൽ രേഖപ്പെടുത്തിയ ദിനം 2016 ഏപ്രിൽ 10. രാജ്യത്തെ നടുക്കി കൊല്ലത്ത് വെടിക്കെട്ട് ദുരന്തം. പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ പുലർച്ചെ 3:30 ഉണ്ടായ ദുരന്തത്തിൽ 106 പേർ കൊല്ലപ്പെട്ടു. ഏപ്രിൽ 10 വെളുപ്പിനാണ് ഈ വെടിക്കെട്ട് അപകടം സംഭവിക്കുന്നത്. ആ സമയം ഞാൻ ഈ ക്ഷേത്രത്തിന് തൊട്ട് കിഴക്ക് വശം തെക്ക് മാറിയ ഒരു വീട്ടിലാണ് താമസം. അവിടെ എനിക്കൊരു കടയുണ്ട്. ഞാൻ ആ ഉത്സവം പ്രമാണിച്ച് കച്ചവടവും മറ്റുമായിട്ട് നിൽക്കുകയായിരുന്നു. ഉദ്ദേശം ഒരു 3-3:30 മണി ആയപ്പോഴാണ് ഈ അതിഭയാനകമായ ഒരു ശബ്ദം കേട്ടു. ഉടനെ ഇലക്ട്രിസിറ്റി എല്ലാം അങ്ങ് നിലച്ച് അതിന് തൊട്ട് പുറവിന് വലിയൊരു ആരവം കേട്ടു. അങ്ങനെ നോക്കിയപ്പോൾ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല, മൊത്തം ഇരുട്ടാണ്. ആളുകളുടെ കയ്യിൽ ഈ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന സ്ഥലം അറിയാം എനിക്ക് ടോർച്ച്. ഞാൻ ടോർച്ച് എടുക്കാനായിട്ട് ചെന്നപ്പം വീട്ടിൻ്റെ അകത്തെല്ലാം ഈ ജനൽ പാളികൾ, ഈ കണ്ണാടി പാളി എൻ്റെ ഉള്ളി വശത്തുണ്ട്. പുറത്തൊക്കെ പലക കൊണ്ടുള്ള ജനലാണ്. വീട്ടിൻ്റെ ബാക്കിൽ ഗ്ലാസ് കൊണ്ടുള്ള ജനലാണ്. അപ്പോൾ അതെല്ലാം ഇളകി കിടക്കുന്നു, പിന്നെ പൊട്ടി തകർന്ന് കിടക്കുന്ന, അത് കയറാൻ പാടില്ല. പിന്നെ എങ്ങനെയെങ്കിലും ഞാൻ ആ ടോർച്ച് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ പലർക്കും അപകടം പറ്റിയെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുകളിലിരുന്ന ഒരാൾ കമ്പം കാണുകയായിരുന്നു. അയാളെ താങ്ങിക്കൊണ്ടുവരുന്ന ഒരാൾ. അപ്പോഴയാൾ മുഖത്ത് ഏതോ ചില്ല് തെറിച്ച് എന്താണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു ആ പോസ്റ്റിൻ്റെ അടുത്ത് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരാളുടെ പുറത്ത് ഒരു മെറ്റൽ വന്ന് വീണ് അയാൾ മരിച്ചെന്നാണ് അറിയുന്ന. ഒരു അനക്കമില്ലാതെ കിടക്കുന്നു. അങ്ങനെ തിരിച്ച് ഞാൻ അമ്പലത്തിലേക്ക് വരുമ്പോൾ പല സ്ഥലത്തും ഈ ഗുരുമന്ദിരത്തിലൊക്കെ 2-3 ബോഡി കിടക്കുന്നു. പിന്നെ ആ പോലീസുകാർ ഇല്ല, പിന്നെ ഫയർഫോഴ്സ് പെട്ടെന്ന് വന്നു. അവരുടെ ഒരു ലൈറ്റും മറ്റും കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് കുറച്ച് വെളിച്ചമൊക്കെ വന്നു. ആ വെളിച്ചത്തിലാണ് പിന്നെ ആളുകളെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്താനും മരിച്ചവരെ എടുത്തുകൊണ്ടുവന്ന് വലിയൊരു ബസ് കൊണ്ടുവന്ന്, ബസ്സിനകത്ത് ലൈൻ ബസ്, അതിനകത്ത് കയറ്റിക്കൊണ്ട് പോയതാണ്. പക്ഷേ ഇവിടുത്തെ കമ്പത്തിന് വളരെ ചിട്ടയോടുകൂടി പോലീസും കമ്മിറ്റിക്കാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് വളരെ ചിട്ടയോടുകൂടിയാണ് ഇവിടുത്തെ കമ്പം നടത്താറുള്ളത്. കമ്പം ഈ പറഞ്ഞ കണക്ക് 2 ആശാന്മാർ കാണും. 2 കമ്പപ്പുരയിലായിരിക്കും സാമഗ്രികളൊക്കെ സജ്ജീകരിക്കുന്നത്. അതിനുശേഷം ഇവിടെ അനൗൺസ് ചെയ്താണ് ഓരോ ഐറ്റം പറഞ്ഞാണ് കത്തിക്കുന്നത്. ഒരാശാൻ കമ്പം കത്തിച്ച് കഴിഞ്ഞാൽ അമിട്ട് കത്തിച്ചാൽ അതിൻ്റെ തീമെല്ലാം അണച്ചതിന് ശേഷമാണ് അടുത്ത ആളിന് അടുത്ത അമിട്ട് കത്തിക്കുന്നതിനായിട്ട് അനുമതി കൊടുക്കുന്നത്. ഒരു ഐറ്റം പറഞ്ഞാണ് കത്തുക. അപ്പോൾ ഒരു കാരണവശാലും ഒരു അപകടം ഉണ്ടാകാത്ത തരത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് പിന്നെ അതിന് മുന്നേ ഉള്ള വർഷങ്ങളിലെല്ലാം കമ്പം നടത്തിയിട്ടുള്ളത്. പക്ഷേ അന്ന് ഈ പറഞ്ഞ കണക്കൊരു പിന്നെ മൗനാനുവാദം മാത്രം ഉള്ളത് കൊണ്ട് ഒരു കമ്പം നടത്തുകയും പോലീസ് ഒക്കെ സ്ഥലത്തുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരൊക്കെ കമ്പത്തിന് അവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് നടന്ന വെടിക്കെട്ടിന് വർക്കല കൃഷ്ണൻകുട്ടിയും സുരേന്ദ്രനുമായിരുന്നു അന്നത്തെ വെടിക്കെട്ടിൻ്റെ ആശാന്മാർ 2 പേര്. അപ്പോൾ അന്ന് നമുക്ക് കമ്പത്തിന് അനുമതി ശരിക്കും ആദ്യം ക്ഷേത്ര ഭാരവാഹികൾ ആദ്യം കമ്പത്തിന് അനുമതിക്ക് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് പോയി. ആദ്യം അനുമതി കിട്ടാതിരുന്ന സാഹചര്യത്തിൽ മൗനാനുവാദത്തോട് കൂടിയിട്ട് ഒരു കമ്പം നടത്താം എന്നുള്ള മൗനാനുവാദത്തോട് കൂടിയിട്ടാണ് അന്ന് വർക്കല കൃഷ്ണൻകുട്ടി ആശാന്റെ കമ്പം ശരിക്കും ഇവിടെ കത്തിച്ചത്. അങ്ങനെയാണ് ആ ഒരു ദുരന്തത്തിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ സൂര്യകാന്തി അമ്മിട്ട് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കമ്പക്കെട്ടുകാരായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു അപകടം ഈ നാട്ടിൽ നടക്കില്ലായിരുന്നു. അതിൽ നിന്ന് വീണ ഒരു തീപ്പൊരി
ആ തീപ്പൊരിയുമായി ആ അമിട്ടിലേക്ക് വീഴുമ്പോൾ ആ തീപ്പൊരിയുമായി ആ കമ്പക്കെട്ടുകാരനാശാൻ ആ കമ്പപ്പുരയിലേക്ക് വലിഞ്ഞു കയറി ഓടുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു. അപ്പോൾ അത് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അട്ടിമറി, ഒരു വലിയ ദുരൂഹത അതിൻ്റെ പിന്നിലുണ്ട് എന്ന് അന്ന് മുതൽ ഞങ്ങൾ ആരോപിക്കുന്നതാണ്. 2.5 മാസക്കാലം നമ്മുടെ അനുവാദത്തിനായി കൊടുത്ത അപേക്ഷ അവിടെ പിടിച്ചു വെച്ചു എന്നുള്ളതാണ് ഈ കമ്പത്തിൻ്റെ അപകടത്തിൻ്റെ പ്രധാന കാരണം. അപ്പം അങ്ങനെ പിടിച്ചു വെച്ചു നമുക്ക് നമ്മൾ കമ്പം കെട്ടുന്നവർക്ക് കമ്പം ഒരു ദിവസം രാവിലെ കൊണ്ടുവന്ന് കമ്പ്യൂട്ടർ വഴി അടിച്ച് കെട്ടിക്കാവുന്ന സാധനമല്ലല്ലോ. ഈ സാധനത്തിന് ഉൽപ്പാദനം വേണം, അത് നിർമ്മാണം വേണം. ആ നിർമ്മാണങ്ങളെല്ലാം പൂർത്തീകരിച്ച് ശേഖരിച്ച് വെച്ചപ്പോഴാണ് അറിയുന്നത് കമ്പം കെട്ടാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഒരു സമവായത്തിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരും ഭാരവാഹികളും ഒക്കെ കൂടെ ചേർന്നാണ് ഏക കമ്പമാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ വികാരത്തിന് വ്രണം വരാത്ത വിധത്തിൽ നടക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയ കമ്പമാണ്. ഇങ്ങനെ ഈ കമ്പത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി വലുതായിട്ട് ഇപ്പോൾ ഏത് ഭരണസമിതിയായാലും ഏത് ക്ഷേത്രമായാലും അവരുടനെ പോയി ദേവപ്രശ്നം വെച്ച് നോക്കാനൊന്നും പോകത്തില്ല. കാരണം ഒരു ഉത്സവം ഇപ്പോൾ ഇത്രയും പൊതുജനങ്ങൾ വന്ന് നടക്കുമ്പോഴത്തേക്ക് അതിനെ മാറ്റാനോ മറിക്കാനോ ഒന്നും ഒരു 15-അംഗ ഭരണസമിതിക്ക് പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ജനങ്ങളതാണ്, ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ വരുന്നത്. എൻ്റെ വീട്ടിനും തകരാറുകൾ സംഭവിച്ചു. പിന്നെ ഓടുകൾ, ഒരു ഭാഗം ഓടാണ്, ആ ഓടെല്ലാം ഇളകിപ്പോയി. അടച്ചിട്ടിരുന്ന ജനലുകളൊക്കെ തുറന്നുപോയി. ചില സ്ഥലത്ത് വിള്ളൽ വീണിട്ടുണ്ട്. 96,000 രൂപയിൽ കൂടുതൽ ആർക്കും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല, സർക്കാർ കൊടുത്തിട്ടില്ല. പിന്നെ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ഒക്കെ സർക്കാരും മറ്റുള്ളവരൊക്കെ കൊടുത്തിട്ടുണ്ട്, മറ്റ് സംഘടനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വീടിന് സംഭവിച്ചവർക്ക് 96,000 രൂപയിൽ കൂടുതൽ ആർക്കും കൊടുത്തിട്ടില്ല. 1 മുതൽ 59 വരെ പ്രതികളാണ് ഇതിനകത്ത് പ്രതികളായിട്ടുള്ളത്. അതിൽ 1 മുതൽ 15 വരെ പ്രതികൾ അമ്പല കമ്മിറ്റിക്കാരാണ്. 16, 17, 18, 19, 20 ഉള്ള ആളുകൾ കമ്പക്കാരാണ്. മത്സര കമ്പ നടത്താൻ വന്ന 2 മത്സര കമ്പക്കാരുടെ ലൈസൻസുകാരാണ് ഈ 16 മുതൽ 20 വരെ. 21-ാം പ്രതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നിന്ന ഒരാളാണ്. 22 മുതൽ 55 വരെ ഈ കമ്പക്കാരുടെ ജോലിക്കാരാണ്. 56-ാം പ്രതി എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഈ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് മൊത്തം കൊണ്ടുവന്ന് വെക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു അമ്പല കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ പ്രസിഡൻ്റാണ് 56-ാം പ്രതി. 57, 58, 59 എന്ന് പറയുന്ന പ്രതികൾ മത്സര കമ്പത്തിന് വേണ്ടി കമ്പക്കാർക്ക് ഹോൾസെയിലായിട്ട് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് കൊടുത്ത കച്ചവടക്കാരാണ്. ഒരു കമ്പക്കുറ്റിക്കകത്ത് നിറച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഇങ്ങനെ കത്തിച്ച് വിടുന്ന സന്ദർഭത്തിൽ ആ കുറ്റി 105 സെൻറ്റിമീറ്റർ നീളവും 70 സെൻറ്റിമീറ്റർ അതിൻ്റെ പെരിഫറൻസും ഉള്ള ഒരു കുറ്റിയായിരുന്നു. ആ കുറ്റിക്ക് ചെറിയ ബ്രേക്ക് ഉണ്ടായി, നീളത്തിൽ ചെറിയ 70 സെൻറ്റിമീറ്റർ നീളത്തിൽ ബ്രേക്ക് ഉണ്ടായി. അങ്ങനെ ഇത് പൊട്ടിച്ചു വിട്ട സമയത്ത് ഈ തീപ്പൊരികളെല്ലാം കൂടെ 4 ഭാഗം ചെതറി ഈ ബ്രേക്ക് വന്ന സ്ഥലത്തൂടെ ഒഴുകി. ആദ്യം പോലീസായിരുന്നു അന്വേഷിച്ചത്. ആ പോലീസ് ഇതിനകത്ത് വീഴ്ച വരുത്തിയെന്നുള്ളത് കൊണ്ട് ഈ കേസ് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച്, മോണിറ്ററിംഗ് അനുസരിച്ച് സ്പെഷ്യൽ ക്രൈം ബ്രാഞ്ചിനെ ഏർപ്പെടുത്തി. ആ ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണം നടത്തിയത്. അന്വേഷണം നടത്തിയപ്പോൾ ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയപ്പോൾ അതിൻ്റെ മോണിറ്ററിങ് ചെയ്ത് ഇത്രയും കേരള ഹൈക്കോടതിയാണ്. ഇതൊരു അപൂർവമായൊരു കേസായി വന്നിരിക്കുന്നത്, സാധാരണയുള്ള ഒരു കേസല്ല ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പല കമ്മിറ്റിക്കാർ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ അധികാരവും അനുമതി പത്രവും ഇല്ലാതെ മത്സര കമ്പുമായിട്ട് നടത്തിയതാണ്. ഇവർ എടുത്തിരിക്കുന്ന 2 ലൈസൻസുകൾ എന്ന് വെച്ചാൽ 15 കിലോഗ്രാമിൽ താഴെ മാത്രം സ്ഫോടക വസ്തു കമ്പമായിട്ട് നിർമ്മിച്ച് നടത്താനുള്ള അനുമതിയുള്ള പെർമിഷനുള്ള 2 ലൈസൻസുകളാണ്. അപ്പോൾ ഈ എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ച് ഈ കമ്പം നടത്തണമെങ്കിൽ എപ്പോഴും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ADMO കളക്ടറോ ഇതിൻ്റെ അധികാരികളായിട്ട് അനുവാദം കൊടുക്കണം. ഈ കേസിനെ സംബന്ധിച്ച് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് അനുവാദമൊന്നും ലഭിച്ചില്ല. അപ്പോൾ അനുവാദം ലഭിക്കാതെ വന്നപ്പോൾ ഇവർ പറഞ്ഞ ആചാരപരമായ വെടിക്കെട്ടേ ഞങ്ങൾ നടത്തുന്നുള്ളൂ, അത് 15 കിലോഗ്രാമിനകത്തേ വരത്തുള്ളൂ, 50,000 രൂപയിൽ താഴെ വരത്തുള്ളൂ എന്നും പറഞ്ഞ് ഒരാളിൻ്റെ കമ്പമാണെന്നും പറഞ്ഞൊരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷയും അനുവദിച്ചില്ല. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് ആർക്കും ഒരു ഇതുണ്ടായിരുന്നു. അതൊരു ദൈവീയ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ വലിയമ്മ വന്നിട്ട് ഈ കമ്പപ്പരയുടെ അടുത്ത് നിന്ന്
ഇതിനകത്തുള്ള ആളുകളെല്ലാം മാറ്റി കൊണ്ടുപോയത്. ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് പിടിച്ചു തള്ളി ഞാകത്തിട്ടെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഇതല്ല മരണം. ദൈവം പറഞ്ഞണക്കാണോന്നറിയാൻ വയ്യ. എൻ്റെ കുറ്റിങ്ങലമ്മയാണെന്നാണ് അറിയാൻ വയ്യ എൻ്റെ മോൻ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ എല്ലാവരും പറയുന്നു എൻ്റെ മകൻ ഒരു കണ്ണ ഉടുപ്പാണ് ഇട്ടിരുന്നത്, എൻ്റെ മകൻ കമന്ന് കിടക്കുന്നു, മരിച്ചു കിടക്കുന്നു, കണ്ട് കൊണ്ടുപോയി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് ഒരുപാട് ആംബുലൻസും അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ ആ അമ്പലത്തിൻ്റെ കാമ്പൗണ്ടിലോട്ട് വിടുന്നതൊന്നുമില്ല. അപ്പം എനിക്കത് ഞാൻ അന്നേരം എൻ്റെ മകനെ വേണ്ടി ഞാൻ തിരയേനോടെ കണ്ടു. ദൈവം അത്രേ കാത്തു രക്ഷിച്ച് ഇവിടുത്തെ ജനങ്ങളെ ദൈവം കാത്തു രക്ഷിച്ച്. എൻ്റെ അമ്മ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് അമ്മ. 8 വർഷങ്ങൾ പിന്നിട്ടിട്ടും കേസിന്റെ ഫയലുകൾ ഇന്നും പൊടിപിടിച്ചു കിടക്കുന്നു. ഉത്തരമില്ലാത്ത ഒരു പ്രതീക്ഷയെ ചേർത്തുപിടിച്ച് ഈ നാട് നിശബ്ദമായി കാത്തിരിക്കുന്നു. എന്നാൽ കാത്തിരിപ്പ് മങ്ങുന്നില്ല. ഒരു നാൾ നീതി വരും എന്ന വിശ്വാസം മാത്രമാണ് ഈ നാടിന്റെ ആശ്രയം. വേദന മറക്കാനായില്ലെങ്കിലും ഭക്തിയും പ്രതീക്ഷയും ഇവിടുത്തെ ജനങ്ങൾക്ക് വീണ്ടും ജീവിക്കാൻ ശക്തിയേകുന്നു.